സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കണ്ണൂർ ബൈപ്പാസിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം കണ്ണൂർ ബൈപ്പാസ് തുടങ്ങുന്നത് എളയാവൂർ ഭാഗത്തു നിന്നാണ്. കണ്ണൂർ ബൈപ്പാസിൻ്റെ ആരംഭം ഈ ഭാഗത്തു നിന്ന്. അതിപ്പം ഈ താഴെ കാണുന്ന റോഡ് കണ്ണൂർ ടൗണിലേക്കും ഇവിടുന്നാണ് സ്റ്റാർട്ടിങ് ആവുന്നത്. ഭാഗത്തൊക്കെ വർക്കുകൾ നല്ലപോലെ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടുന്ന് ഫ്ലൈ ഓവറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാണാം, ഞാൻ കുറച്ച് ദൂരത്തു നിന്നാണ് വീഡിയോ ചെയ്യുന്നുള്ളത്. അപ്പം അതിൻ്റെതായ കുറച്ച് റേഞ്ചൊക്കെ കുറച്ച് കുറവുണ്ട്. ഇളയാവൂറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഫ്ലൈ ഓവറാണ് ആരംഭിക്കുന്നത്. ഫുള്ളി വയഡക്റ്റ് ആയിട്ടാണ് ഈ റോഡ് വരുന്നുള്ളത്. എലിവേറ്റഡ് ഹൈവേ എന്നും പറയാം. ഗർഡറുകൾ ഫുള്ള് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് അത് അടുത്തേക്കുള്ള വേണ്ടിയിട്ടുള്ള. പിന്നെ ഇവിടെ ഒരു ഓവർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ട് കുറേ നമുക്ക് ഇതാക്കാനുള്ള ഇതില്ല. കാരണം നിങ്ങൾ കാഴ്ചകൾ കണ്ട് നിങ്ങൾ ആസ്വദിക്കുക. എത്ര വർക്ക് എടുത്തെല്ലാം അപ്ഡേഷൻ ആയിട്ടുണ്ട് എന്നുള്ള ഒരു അറിവിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ കൂടുതൽ സംസാരിച്ചിട്ട്, കാരണം ഇവിടെ സ്ഥലത്തിനെ പറ്റി കൂടുതൽ നമുക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെ കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കാഴ്ചകൾ കണ്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ ഇവിടുത്തെ എത്ര വർക്കിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ഇവിടുന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞ് ഇവിടെ ഒരു അണ്ടർ പാസ് കൊടുത്തിട്ടുണ്ട്. താഴെ ചൊവ്വ വരുന്ന സ്ഥലം കൂടിയാണ്. മട്ടന്നൂർ താഴെ ചൊവ്വ റോഡും കൂടിയാണിത്. ഫുള്ളൊരു ചതുപ്പ് നിലത്തിലാണ് ഈ കണ്ണൂർ ബൈപ്പാസ് പൂർണ്ണമായിട്ടും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പുഴേൻ്റെ പേരെന്ത്? ഇപ്പോൾ ഈ പുഴ നല്ല അടിപൊളി സ്ഥലമാണത്. പുഴൻ്റെ
കാനമ്പുഴ. കാനം എന്നറിഞ്ഞ ഒരു പുഴ, നല്ല അടിപൊളിയാണ്. എന്താ വ്യൂ അറിയാം, പുഴേൻ്റെ വ്യൂ ഉണ്ടാ, സൂപ്പറാണ്. അതിനൊരു ഇതും കൊടുത്തിട്ടുണ്ട്, MNPയും കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ബ്രിഡ്ജ്. ഇതിലേക്ക് ഒരു സ്ഥലമാണിത്. നല്ല കാഴ്ചകൾ കണ്ട് ഈ ഹൈവേയിലേ നമുക്ക് വണ്ടി ഓടിക്കാം. കണ്ണൂർ ബൈപ്പാസിലാണുള്ളത്. നല്ലൊരു കാഴ്ചയാണിവിടെ. ഫുള്ള് വയലും കാര്യവും. വയഡക്റ്റ് വരുന്നതാണ്. വയഡക്റ്റിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഇവിടെ ഒരു പുഴയുണ്ട്. പുഴയല്ല, ഒരു തോട് പോലത്തെ വലിയ കായലെന്നറിയാം. ആ കായലിന് കുറേ ഒരു പാലം നിർമ്മിക്കുന്നുണ്ട്. നല്ല ഹൈറ്റിലാണ് പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. സമുദ്രമാണ് ഈ അടുത്ത റീച്ച്, ഈ കണ്ണൂർ ബൈപ്പാസിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ളത്. സൂപ്പറാണ്. അപ്പോൾ ഇവിടെ ഒരു വയഡക്റ്റ് നിർമ്മാണം നടക്കുന്നുണ്ട്. ഏകദേശം ഗർഡറുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു വശത്ത് ഏകദേശം സ്പാൻഡൊക്കെ വർക്ക്, കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇടതുവശത്ത് ഫുള്ള് ഗർഡറുകൾ ഇൻസ്റ്റാളേഷൻ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു താഴ്ത്തിയിട്ടാണ് റോഡ് നിർമ്മാണം നടക്കുന്നുള്ളത്. ഉള്ള ഭാഗത്ത് ഇപ്പോൾ റീറ്റൈൻ വാളിൻ്റെ നിർമ്മാണം, പിന്നെ സോയിൽ നെയിൽ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഈ ഭാഗത്ത്. പിന്നെ വീണ്ടും ഒരു വയഡക്റ്റ് ഇവിടെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഇതൊക്കെ അളയാവൂർ സ്ഥലം എന്നാണ് കാണിക്കുന്നത്, മാപ്പിൽ കാണിക്കുന്നത് അങ്ങനെയാണ്. കൂടുതൽ സ്ഥലത്തിൻ്റെ പേര് അറിയുന്നവർ, ഈ ഭാഗത്തെ സ്ഥലത്തിൻ്റെ പേര് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന മിനിറ്റിന് ഇന്ന സ്ഥലമാണെന്നുള്ള ആ ഒരു ഇത് കാണിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. കാരണം എനിക്ക് സ്ഥലത്തിൻ്റെ പേര് കൂടുതൽ പറയാൻ അറിയത്തില്ലാത്തത് കൊണ്ടാണ് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പവർ സ്റ്റേഷന് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏത് പവർ സ്റ്റേഷൻ, ഇത് ഞങ്ങൾക്ക് തോന്നുന്നത് മൈസൂർ റൂട്ടും തോന്നുന്നത്, ഈ റൂട്ട് മട്ടന്നൂർ മൈസൂർ റൂട്ടും തോന്നുന്നത്. ഏകദേശം നമ്മൾ പുല്ലുപ്പിപ്പുഴ ഭാഗത്തെത്തിയെന്ന് തോന്നുന്നു. കേബിളൊക്കെ ഉണ്ട് ഇവിടെ. വയഡക്റ്റിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വീണ്ടും ഒരു അണ്ടർ പാസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ.
മുഴുവനായിട്ടിവിടെ ഫുള്ള് ഹൈ ടെൻഷൻ കേബിള് ഇതിൽ പോകുന്ന കാണുന്നുണ്ട്. ഏകദേശം നമ്മൾ പുല്ലുപ്പിപ്പുഴ എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു. വാരം കഴിഞ്ഞിട്ട് പുല്ലുപ്പിപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന ഭാഗമാണിത്. ഫുള്ള് കോൺക്രീറ്റ് കട്ടയിലാണ് ഇത് ഫുള്ള് ഇത് നിർമ്മാണം നടക്കുന്നുള്ളത്. സൈഡ് വാള് കാണാം. ഈ മലപ്പുറം ഭാഗത്തൊക്കെ ചെറിയൊരു ഈ കല്ലുണ്ടല്ലോ, ഇതാ ഇങ്ങനത്തെ ബ്രിക്ക് ആണ് സൈഡ് വാളായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ആയിരുന്നു വേറെയും ഒരു കോൺക്രീറ്റ് വാള് വേറെയും അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. Max altitude reached. പുല്ലുപ്പിപ്പുഴ അതാണ്. എന്തോ ഒരു മൊഞ്ചാണ് ഇവിടെ കാണാൻ. ഇതൊക്കെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന വർക്കുകൾ നടക്കുന്നുണ്ട്. ഇനി ഏകദേശം 1 വർഷം കൂടുതൽ എടുക്കും തോന്നുന്നു എടുത്ത വർക്ക്. ഇവിടെല്ലാം മണ്ണിട്ട് ഉയർത്താൻ ഇനിയുണ്ട് കുറേ. മണ്ണ് വേണ്ട ഇവർക്ക്. ഇവരെല്ലാം മണ്ണ് ഇടുന്ന കൊണ്ടുണ്ട് ഇവർ. ഇവിടെ ഒരു ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് കൊടുത്തിട്ടുണ്ട്. Return to home.